എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷം മടിച്ചിയായ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിന് ഇങ്ങനെ ഒരു ഇൻട്രോളം കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുമെന്നറിയില്ല. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിലിടും. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തെയ്യാണേ, ഗുരുക്കന്മാറ കാവ് എന്നാണ് കാവിൻ്റെ പേര്. അപ്പം 2 ദിവസമാണ് പരിപാടി. പിന്നെ തണുപ്പ് പിടിച്ചിട്ട് സൗണ്ടൊന്നുമില്ല. അപ്പോൾ 2 ദിവസമാണ് പരിപാടി. പിന്നെ നമ്മൾ വീട്ടിലുള്ള നമ്മളെ റിലേറ്റീവ്സിനെയും അങ്ങനെ കുറച്ച് ആളെല്ലാം അങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം ആക്കലാണ് എല്ലാ കൊല്ലവും. ഞാൻ രാവിലെ തുടങ്ങും ഫുഡാക്കാൻ, അതിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങും. പക്ഷേങ്കിൽ തണുപ്പെല്ലാം പിടിച്ചിട്ട് സൈഡായതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എനക്കൊന്നും കഴിയുന്നില്ല, നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ബിരിയാണിക്കാട്ടിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ചെറിയൊരു പായസം വെക്കാം, പിന്നെ ഒരു എന്താ പറയുക ചെറിയ ചില്ലി ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതിൻ്റെ പണിയുണ്ട്. അപ്പം ഞാനിപ്പം പീടികയിലെല്ലാം പോയി സാധനമെല്ലാം വാങ്ങിയിട്ട് വന്നതേ ഉള്ളേ. വന്നിപ്പോൾ 2 മണിയായിട്ടുണ്ട്, സമയം 2:30. അപ്പം ഇനി വേഗം തുടങ്ങട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാൻ കുറേ കാലമായി മടിച്ചായി എൻ്റെ ഈ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലാത്തത്. ഭയങ്കര മടിയാണ് വീഡിയോസ് ഇടാനും ആക്കാനെല്ലാം. അപ്പം എൻ്റെ കാരണത്താൽ ചാനൽ പോയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വലിയൊരു ഉയർച്ചയിലെ ചാനലൊന്നും അല്ല, എന്നാലും ഒരു ചാനലാടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇനിയുള്ള പരിപാടികളെല്ലാം ഒന്ന് കാണാം. ചിക്കനെല്ലാം ഇതാ നല്ല വൃത്തിയിൽ കഴുകി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു പായസം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല നുറുക്ക് ഗോതമ്പല്ല, കുത്തിയ ഗോതമ്പ്, അതിനെ കൊണ്ടൊരു പായസം കൂടി വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ അതെല്ലാം ഞാൻ വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും എപ്പോഴും ചെയ്യുന്ന പോലെ മുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരിയും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് സമയം അതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പെരക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചില്ലിയിലേക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ഒന്ന് കട്ട് ചെയ്തിടേ. ഈ ഒരു 2-2:30 തുടങ്ങിയാലേ നമുക്ക് വൈകുന്നേരം എല്ലാവരും വരുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ നേരത്തെ കാലത്തെ എല്ലാം ചെയ്യുന്നത്. നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എനിക്ക് തുടക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് തന്നെ വേഗം വന്നിട്ട് ജസ്റ്റ് ഒന്ന് അകലം ഒരു വെള്ളത്തിലങ്ങ് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലാണ് കേട്ടുള്ളത്. പിന്നെ ഇതാ എൻ്റെ ദേവൂട്ടനുള്ള സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചായയെല്ലാം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഏകദേശം ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആവുന്നുണ്ട്. അതിനിടയിൽ ഞാനിതാ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം പിന്നെ ആരെങ്കിലും ചോറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ചോറിന് മീൻകറി ഉണ്ട്, പിന്നെ വറവെല്ലാം ഉണ്ട്. ഏകദേശം പണിയെല്ലാം ഒരുങ്ങുമ്പോഴത്തേക്ക് ഇതാ എൻ്റെ അടുക്കളയെല്ലാം ഒരുവിധമായിട്ടുണ്ട്. എന്നാലും പണിയെല്ലാം ഒരുങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ എപ്പോഴും അത് അടുക്കള ക്ലീൻ ചെയ്യൽ, പാത്രം കഴുകലും ക്ലീനിങ്ങും തുടക്കലും എല്ലാം. ഈ ഇടയ്ക്കിടെ പാത്രം കഴുകുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. ഏട്ടൻ്റെ കയ്യിലുണ്ടായ എൻ്റെ 10ാം ക്ലാസ്സിലുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. മക്കളെ പണിയാണ് ഫ്രിഡ്ജിൻ്റെ മേലെ ഒട്ടിച്ച് വെക്കൽ. തണുപ്പ് പിടിച്ചുകൊണ്ട് ചായ ഇപ്പം കുടിക്കുന്നുണ്ട് കേട്ടോ. കുറേ കാലമായിട്ട് നിർത്തിയതാണ്. എന്നാലും ഈ തൊണ്ടവേദനയിലുണ്ടാകുമ്പം ചായ വേണമെന്നുള്ള ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ ഞാൻ ചൂടോടെ ഒരു 1/2 ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. തേജു അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. മുടിയെല്ലാം മുറിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. അപ്പം മുറിച്ചിട്ട് ആടിയടിയെല്ലാം കൊളായിനമ്മേ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറയുന്നതാണ്. ഞാൻ അവൻ്റെ പരാതികളെല്ലാം കേട്ടിട്ട് അവിടെ നിന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ ഇതാ കള്ളപ്പം വാങ്ങിയിട്ടുണ്ടായിനെ. മക്കൾക്ക് 2ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടുണ്ട്. അവർ വന്നിട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് നിന്നെയാണ് കേട്ടോ. അങ്ങനെ അത് കട്ട് ചെയ്യുന്നുണ്ട്. തേജുവിന് വീഡിയോസിലെല്ലാം നിൽക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഞാൻ അവർക്ക് ചായയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളെ ചില്ലീൻ്റെ ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളീൻ്റെ പൊടി ഇടാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ക്യാപ്സിക്കും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാനിതാ ഈ ഉള്ളിയിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് കുറച്ച് കരിയാമ്പല ചപ്പാത്തിട്ട് വരെ.
ഇനിയിപ്പോൾ ഏകദേശം സന്ധ്യാവാനായിട്ടുണ്ട്. ഞാൻ വേഗം ആ ഗോതമ്പ് പായസം കൂടി അങ്ങ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴുകിയിട്ട് കുക്കറിലിടലാണ്. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഏട്ടനും വന്നിട്ടുണ്ട്, ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് സെറ്റ് ആക്കലാണ്. പുറത്തുനിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് നമുക്കിത് കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഒരു വാവി ഉള്ളതുകൊണ്ട് വാവക്ക് കുറച്ച് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൈസും മസാലയും എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഏട്ടൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, ഒരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഞാനിതാ കുറച്ച് ചെമ്മീനും ഫ്രൈ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ ചില്ലി ചിക്കനും എല്ലാം റെഡിയായി സൂപ്പറായിട്ടുണ്ടായിന് കേട്ടോ. അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഗോതമ്പ് പായസമാണ് ആക്കിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ പൊതുവേ ഗോതമ്പ് പായസം ആക്കലില്ല, ഒന്നെങ്കിൽ സേമിയം അല്ലെങ്കിൽ നല്ല പാൽപ്പായസം അങ്ങനെയെല്ലാമാണ്. പക്ഷേ ഇന്നെന്തോ എനിക്ക് തോന്നി ഗോതമ്പ് പായസം വെക്കാമെന്ന്, കുടിക്കാനും ഒരാഗ്രഹമുണ്ട്. അപ്പം പിന്നെ ഞാൻ അതന്നെ റെഡിയാക്കിയ. അമ്മേൻ്റെ അനിയത്തിയും ഹസ്ബൻഡും മക്കളെല്ലാം ഉള്ളത്, അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയും അവളെ ഹസ്ബൻഡും മോളും എല്ലാം ഉണ്ടായിന്. പിന്നെ അളിയൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഉണ്ടായത്. നമുക്കിവിടെ അടുത്തുള്ള ക്ഷേത്രമാണ് കേട്ടോ, കൂടൻ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ, തെയ്യമാണ് അവിടെ. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാനും ഇതാ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാത്രിക്ക് ഞാൻ ഭക്ഷണം കഴിക്കൽ കുറവാണ്, അതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് റൈസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇത് അനിയത്തി പിന്നെ തെയ്യം കാണാൻ നിന്നിട്ടില്ല, അടിയറിയെല്ലാം കണ്ടിട്ട് ഇതാ ഓള് പോക്കായി, അളിയനുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അടിയറിയെല്ലാം കണ്ട് വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ രാത്രി 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാവിലേക്ക് വരുമ്പം. അങ്ങനെ പെങ്ങളും പിന്നെ പിള്ളേരൊന്നും വന്നിട്ടില്ല, ഞാനും കിങ്ങിണിയും അളിയനും ഏട്ടനും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കാവിൽ വന്നിട്ടുണ്ട്. ഇത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഇതാ കാവിലേക്ക് പോകലാന്ന്. ഗുരുക്കന്മാരെ തെയ്യം ഇറങ്ങലായി, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. എല്ലാ കൊല്ലവും നമ്മൾ തെയ്യം കാണാൻ വന്നു കഴിഞ്ഞാൽ ഗുരുക്കന്മാരെ മര്യാദക്ക് കാണാൻ കഴിയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്ത് ചെയ്ത് ഞാനും അമ്പിളേച്ചിയും എല്ലാവരും കൂടിയിട്ട് നമുക്ക് മുന്നേ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നിൽ വന്നിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിന്. അതുകൊണ്ട് ഇതാ ചടങ്ങും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. എന്നാലും നമുക്ക് ഫൈനലി ഭയങ്കര സങ്കടമായിന് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ചടങ്ങും കാര്യങ്ങളെല്ലാം കണ്ട് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഗുരുക്കന്മാർ വന്നത്. അവർ കയറെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ടായിന്. പിന്നെ കയറിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേങ്കിൽ അടിയിലെ ആണുങ്ങളെല്ലാം വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നതിന് ശേഷം പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേഗം വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഗുരുക്കന്മാർ. അങ്ങനെ ഈ വർഷത്തെ തെയ്യവും കഴിഞ്ഞിട്ട് നമ്മൾ പോലാന്നേ. ഇത് ഭൈരവൻ തെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മളിതൊക്കെ കാവിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ. ഞാനും പെങ്ങളെ മോളും എല്ലാവരും കൂടിയിട്ട് ഇതാ വീട്ടിലേക്ക് പോലാന്ന്. പോകുന്ന വഴിയിൽ അടക്കിയെല്ലാം കണ്ടിട്ട് അതെല്ലാം 2 എടുത്തിട്ടുണ്ട്, നമുക്ക് മുളപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.